ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപി കണ്ണൻ ജേതാവായി. ദേവദാസ്, രവികൃഷ്ണൻ, ഗോപി കണ്ണൻ എന്നീ ആനകളെ കഴിഞ്ഞ ദിവസം നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തിരുന്നു. ചെന്താമരാക്ഷനും ദേവിയും കരുതൽ ആനകളും ആനയോട്ടത്തിന്റെ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചവരെ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചിരുന്നില്ല. രാവിലെ ക്ഷേത്രത്തിൽ ആനയില ശീവേലിയാണ് നടന്നത്. നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചിരുന്ന ആനകളെ ഉച്ചയോടെ കുളിപ്പിച്ച് ചന്ദനക്കുറി അണിയിച്ച് മഞ്ജുലാലിന് സമീപം അണിനിരത്തി. ക്ഷേത്ര നാഴിക മണി 3 അടിച്ചതോടെ പാരമ്പര്യ വികാസികൾ കുടമണികൾ പാപ്പാന്മാർക്ക് കൈമാറി. പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്ന് മഞ്ജുലാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു. മാരാർ ശംഖ് മുഴക്കിയതോടെ ആനകൾ ഓട്ടം ആരംഭിച്ചു. ഗോപുരവാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് ആദ്യം പ്രവേശിച്ച കൊമ്പൻ ആചാരപ്രകാരം 7 പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ വിജയിയായി പ്രഖ്യാപിച്ചു. പാരമ്പര്യാവകാശികൾ ക്ഷേത്രത്തിനകത്ത് നിറപറയും നിലവിളക്കം ഒരുക്കി വിജയിയെ സ്വീകരിച്ചു. മറ്റ് കൊമ്പന്മാർ മഞ്ജുലാലിന് സമീപത്തു നിന്ന് നടന്നെത്തി ഗുരുവായൂരപ്പനെ മടങ്ങി. വിജയിയായ കൊമ്പൻ ഇനി ഉത്സവ കൊടിയേറുന്നതുവരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത്.